ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്നേ ഞാനൊരു ലിപ്സ്റ്റിക്കിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണ്. സ്വിസ് ബ്യൂട്ടിയുടെ 22 ബ്രാൻഡി ഹാരിങ്ടൺ. കാണുന്നുണ്ടോ? ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് അടിപൊളിയാണ്. എല്ലാ സ്കിൻ ടോണും ഓൾമോസ്റ്റ് ഫെയർ ടു മീഡിയം അങ്ങനെയുള്ളവർക്ക് അത്യാവശ്യം നല്ല ചേരുന്നൊരു നല്ല സ്യൂട്ടാവുന്നൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഏകദേശം ഞാൻ യൂസ് ചെയ്തേ തീരാറ് ഇത്രേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. നല്ല ബ്രൈറ്റ് ആവും ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഒരു ലിപ് ബാം ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ ലിപ്പ് ഡ്രൈ ആവും. ഓൾറെഡി മാറ്റ് ഫിനിഷ് ഉള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ലിപ് ബാം ഇട്ടില്ലാന്നുണ്ടെങ്കിൽ ലിപ്പ് കുറച്ചുകൂടി ഡ്രൈ ആവും. അപ്പോൾ എന്തെങ്കിലും ലിപ് ബാം, ഇത് കളർലെസ്സാണ്, ഇതൊരു നാച്ചുറൽ ലിപ് ബാം എന്നാണ് അവർ പറഞ്ഞത്. ഇട്ടപ്പോൾ എനിക്ക് വലിയ പ്രശ്നം തോന്നില്ല, കളർലെസ്സാണ്. ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ കൊടുക്കുക കേട്ടോ. അപ്പോൾ ലിപ്പ് ഡ്രൈ ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇങ്ങനെ എടുക്കുക. ഇത് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാം. കയ്യിലെടുത്തിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തൂത്ത് കൊടുക്കാം. മിനിമലായിട്ട് മതി എന്നുണ്ടെങ്കിൽ. ഞാൻ യൂഷ്വലി അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട് ലിപ്പിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു ഷെയ്ഡാണേ. കണ്ടോ, ഞാൻ ഫേസ് വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഇതിടുമ്പോൾ തന്നെ കുറച്ചുകൂടി ബ്രൈറ്റ് ആവും സ്കിന്ന്, ഫേസ്. കാണുന്നുണ്ടോ? നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അഫോർഡബിൾ പ്രൈസാണ്. 500 താഴെയുള്ള റേറ്റ്. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് ഇതിൻ്റെ കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്. ഒട്ടിപ്പിടിക്കാറുമില്ല ചുണ്ടിലിട്ട് കഴിഞ്ഞാൽ. നോൺ സ്റ്റിക്കിയാണ്, പക്ഷേ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. എന്നാലും റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റുന്ന സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് അഫോർഡബിൾ ലിപ്സ്റ്റിക്ക് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് സ്വിസ് ബ്യൂട്ടിയുടെ 22 ബ്രാൻഡി ഹാരിങ്ടൺ. അപ്പോൾ അടുത്തൊരു ലിപ്സ്റ്റിക്കായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.